നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവരുടെ പ്രകടന പത്രിക ഇറക്കിയ കാര്യം ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അതിന് ന്യായപത്ര എന്നൊരു പേര് കൂടിയുണ്ട്. അവരുടെ പ്രകടന പത്രിക മുഴുവൻ വിശകലനം ചെയ്യലല്ല ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച് GST സമ്പ്രദായത്തിൽ അവർ കൊണ്ടുവരാൻ പോകുന്ന ചില മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത്. GST ഘടനയിൽ അടിമുടി മാറ്റം തന്നെയാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. GST 2.0 എന്നാണ് പേര് പോലും നൽകിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നതിന് മുന്നേ എന്താണ് GST എന്നും അതിൻ്റെ നിലവിലെ ഘടന എങ്ങനെയെന്നും കൂടി നോക്കാം. GST അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് ഓരോ സാധനങ്ങൾ വിൽക്കുമ്പോഴും അല്ലെങ്കിൽ സേവനങ്ങൾ നൽകുമ്പോഴും സർക്കാരിന് ഒരു നിശ്ചിത നികുതി നൽകേണ്ടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം, GST വരുന്നതിന് മുന്നേ നികുതി ഇല്ലായിരുന്നോ എന്ന്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, പക്ഷേ അതിന് പല പേരുകളായിരുന്നു. സെയിൽസ് ടാക്സ്, VAT, എക്സൈസ് ഡ്യൂട്ടി എന്നൊക്കെ. GST തന്നെ സ്റ്റേറ്റ് GST, സെൻട്രൽ GST, IGST അഥവാ ഇൻ്റഗ്രേറ്റഡ് GST എന്നിങ്ങനെ 3 തരത്തിൽ ഈടാക്കുന്നുണ്ട്. ജൂലൈ 1, 2017 മുതലാണ് ഇത് നടപ്പിലാക്കി തുടങ്ങിയത്. പല വസ്തുക്കൾക്കും പല സേവനങ്ങൾക്കും ഈടാക്കുന്ന നികുതി പല സ്ലാബുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: 5%, 12%, 18%, 28%. എന്നാൽ നാളിതുവരെയായിട്ടും GSTയിൽ ഉൾപ്പെടുത്താത്ത വസ്തുക്കളുമുണ്ട്. ഒരു സാധനത്തിൻ്റെ അന്തിമ വില GSTയിൽ ഉൾപ്പെടുത്തിയ ശേഷവും ഉൾപ്പെടുത്താതെയും ഉള്ള ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഉദാഹരണമായി പെട്രോളിൻ്റെ കാര്യം തന്നെ നമുക്ക് നോക്കാം. പെട്രോൾ നാളിതുവരെയായിട്ടും GSTയിൽ ഉൾപ്പെടുത്താത്ത ഒരു വസ്തുവാണ്. 1 ലിറ്റർ പെട്രോളിന് ഇന്ന് ഏകദേശം 105 മുതൽ 107 രൂപ വരെ കേരളത്തിൽ വില വരുന്നുണ്ട്. പെട്രോളിൻ്റെ വിലയെന്ന് പറയുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില വരും, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാർജിൻ വരും, ഡീലർമാരുടെ കമ്മീഷൻ വരും. അതിന് പുറത്ത് സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, സെയിൽസ് ടാക്സ് ഉണ്ട് സ്റ്റേറ്റിൻ്റെ, അതുപോലെ തന്നെ VAT ഉണ്ട്, പിന്നെ സ്റ്റേറ്റിൻ്റെ സെസ്സും വരുന്നുണ്ട്. നമ്മൾ 1 ലിറ്റർ പെട്രോളിന് ചിലവാക്കുന്ന 105 രൂപയിൽ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാർജിനും ഡീലേഴ്സ് കമ്മീഷനും ഒഴിച്ചു നിർത്തിയാൽ തന്നെ 40 രൂപയ്ക്കടുത്ത് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. 40 എന്ന് പറഞ്ഞ ഒരു ഏകദേശ കണക്കാണ്, അതിൽ വ്യത്യാസമുണ്ട്. ഇത് തന്നെയായിരുന്നു ഇന്ത്യയിൽ GST വരുന്നതിന് മുൻപേ പല സാധനങ്ങളുടെയും വിലയുടെ കാര്യം. ഏകദേശം 100 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്ന ഒരു ഷർട്ട് നമ്മൾ 150 രൂപയ്ക്ക് വാങ്ങുന്നു. ഇതിൽ 50 രൂപയും വിവിധ ഇനം നികുതികളായിട്ടാണ് നമ്മൾ നൽകിക്കൊണ്ടിരുന്നത്. അതായത് ഒരു നികുതിയുടെ പുറത്ത് പിന്നെയും നികുതി ചുമത്തിയാണ് നമ്മളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരുന്നത്. ഇതിന് കാസ്കേഡിംഗ് എഫക്റ്റ് ഓഫ് ടാക്സ് എന്ന് പറയും. ഇതൊഴിവാക്കാനാണ് GST കൊണ്ടുവന്നത്. ഒരു പ്രാവശ്യം നികുതി വാങ്ങിക്കുക. അങ്ങനെ വന്നപ്പോൾ 150 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയ അതേ ഷർട്ട് 130 രൂപയ്ക്ക് കിട്ടാൻ തുടങ്ങി. അതേസമയം സർക്കാരുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം കുറയുകയും ചെയ്തു. അതാണ് GST നഷ്ടം എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയത്. അതിനുള്ള കോമ്പൻസേഷനാണ് കേന്ദ്ര സർക്കാർ GST നഷ്ടപരിഹാരമായി കൊടുത്തത്. GST നിലവിൽ വന്നപ്പോൾ പൊതുജനങ്ങൾക്കും ചില കാര്യങ്ങളിൽ നഷ്ടമൊക്കെ ഉണ്ടായി. ഉദാഹരണത്തിന്, ഒരു ഇടത്തരം ഹോട്ടലിൽ കയറി 100 രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചാലും അതിൽ ഒരു 5 രൂപയോളം GST കൊടുക്കേണ്ട സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ പണ്ട് നികുതി ഇല്ലായിരുന്ന പല സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമൊക്കെ നികുതി ഈടാക്കിയും തുടങ്ങി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ GST ഘടനയിൽ കാതലായ മാറ്റം വരുത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് ടാക്സ് സ്ലാബുകളുടെ എണ്ണം തന്നെ കുറയ്ക്കും എന്നുള്ളതാണ്. നിലവിലിപ്പോൾ 5%, 12%, 18%, 28% എന്നൊക്കെയാണ് സ്ലാബുകൾ. ഇതിൽ അടിസ്ഥാന വസ്തുക്കൾക്കെല്ലാം കൂടി ചേർന്ന് ഒരു റേറ്റും മറ്റ് വസ്തുക്കൾക്ക് മറ്റൊരു റേറ്റുമായി പുനഃക്രമീകരിക്കാനാണ് ആലോചിക്കുന്നത്. പ്രധാനപ്പെട്ട പല മരുന്നുകളും GSTയിൽ നിന്ന് ഒഴിവാക്കാൻ ആലോചിക്കുന്നുണ്ട്. അതേസമയം പെട്രോൾ ഉൽപ്പന്നങ്ങൾ GSTയിൽ ഉൾപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്നറിയില്ല. കാരണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ എന്നും ഇതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. പെട്രോൾ GSTയിൽ ഉൾപ്പെടുത്തിയാൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും കാര്യമായ റവന്യൂ നഷ്ടം ഉണ്ടാകും. പൊതുജനത്തിന് ഇതുകൊണ്ട് ഗുണമുണ്ടാകുമെങ്കിലും സർക്കാരുകളുടെ കാര്യത്തിൽ റവന്യൂ കമ്മിയും ധനക്കമ്മിയും കൂടും. ഇത് വികസന പ്രവർത്തനങ്ങളെയും ക്ഷേമ പദ്ധതികളെയുമൊക്കെ ബാധിച്ചേക്കാം. പണ്ട് GST നടപ്പിലാക്കിയപ്പോൾ രാഹുൽ ഗാന്ധി അതിനെ പരിഹസിച്ചത് ഗബ്ബർ സിംഗ് ടാക്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി അഥവാ പെട്രോൾ GSTയിൽ ഉൾപ്പെടുത്തിയാൽ വിലയിൽ എത്രമാത്രം വ്യത്യാസം വരുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ക്രൂഡ് ഓയിലിൻ്റെ വിലയും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ ലാഭവും ഡീലർമാരുടെ കമ്മീഷനും കഴിഞ്ഞ് പെട്രോൾ GSTയുടെ 28% സ്ലാബിൽ പെടുത്തിയാൽ പോലും 20 മുതൽ 25 രൂപ വരെ നികുതിയായി കൊടുത്താൽ മതിയാകും.
നിലവിൽ നമ്മൾ നികുതിയായി കൊടുക്കുന്നത് 40 രൂപയ്ക്ക് പുറത്താണ്. എങ്ങനെയായാലും നമുക്ക് നിലവിലെ വിലയിൽ നിന്ന് 20-25 രൂപ കുറഞ്ഞു കിട്ടും. പക്ഷേ അങ്ങനെ വിചാരിക്കുമ്പോഴും ഒളിഞ്ഞു കിടക്കുന്ന മറ്റൊരു ഘടകമുണ്ട്. അത് നിലവിലെ നികുതി ഘടനയിൽ പരമാവധി GST എന്നുള്ളത് 28%. ഏതെങ്കിലും ഒരു സർക്കാർ വന്ന് GST കൗൺസിൽ കൂടി പരമാവധി 28% എന്നുള്ളത് 40-45% ആക്കിയ ശേഷം പെട്രോൾ GSTയിൽ കൊണ്ടുവന്നാലും നമുക്ക് ഈ നേട്ടം ലഭിക്കുകയില്ല. ഇനി അടുത്തൊരു പരിഷ്കാരമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇന്റർ സ്റ്റേറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്നവരുടെ കാര്യമാണ്. സാധാരണ ചെറിയ ബിസിനസ്സുകൾ, അതായത് ഒരു വർഷം 20 ലക്ഷത്തിൽ താഴെ ടേൺ ഓവർ ഉള്ളവരാരും GST റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതില്ല. എന്നാൽ ഇന്റർ സ്റ്റേറ്റ് ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഇളവ് അവർക്ക് ബാധകവുമല്ല. പുതിയ പരിഷ്കാരത്തിൽ പറയുന്നത് ഇന്റർ സ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കും ഈ നികുതി ഇളവ് ബാധകമാക്കും എന്നാണ്. അടുത്തൊരു പ്രഖ്യാപനം ഇ-വേ ബിൽ സിസ്റ്റം നിർത്തലാക്കും എന്നുള്ളതാണ്. ചെക്ക് പോസ്റ്റുകളിലെ നീണ്ട കാത്തുകിടപ്പും അഴിമതിയും ഓരോ സ്ഥലത്തെയും ലോക്കൽ ടാക്സിൽ വരുന്ന വ്യതിയാനം കൊണ്ടുള്ള ആശയക്കുഴപ്പവും ഒക്കെ ഒഴിവാക്കാനാണ് ഇ-വേ ബിൽ സിസ്റ്റം കൊണ്ടുവന്നത്. എന്നാൽ അതും കാര്യക്ഷമമല്ല എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഇ-വേ ബിൽ സിസ്റ്റം നിർത്തലാക്കുന്നത്. പകരം സംവിധാനമായി സോഫ്റ്റ്വെയർ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അടുത്തതായി GST വരുമാനത്തിൻ്റെ ഒരു ഭാഗം പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കുമായി വിഭജിച്ച് നൽകും എന്ന് പറയുന്നുണ്ട്. പിന്നെയുള്ളത് GSTയിലെ റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന സമ്പ്രദായം നിർത്തലാക്കും എന്നുള്ളതാണ്. റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്നുള്ളത് ഒന്ന് ചുരുക്കി പറയാം. സാധാരണ GST സമ്പ്രദായത്തിൽ വിൽക്കുന്നയാളാണ് വാങ്ങുന്നയാളിൻ്റെ കയ്യിൽ നിന്ന് GST ഈടാക്കി സർക്കാരിൽ അടയ്ക്കുന്നത്. റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ നേരെ തിരിച്ചാണ്. വിൽക്കുന്നയാൾ GST ഈടാക്കുന്നില്ല, വാങ്ങുന്നയാളാണ് GST സർക്കാരിന് നൽകേണ്ടത്. ഇങ്ങനെ ഒരു സാഹചര്യം ഉടലെടുക്കുന്നത് വിൽക്കുന്നയാൾ ചിലപ്പോൾ GST രജിസ്റ്റേർഡ് ആയിരിക്കില്ല, പക്ഷെ വാങ്ങുന്നയാൾ GST രജിസ്റ്റേർഡ് ആയിരിക്കും. ഈ ഒരു ഉദാഹരണം കാണാൻ കഴിയുക പല രജിസ്റ്റേർഡ് കമ്പനികളും പല അൺരജിസ്റ്റേർഡ് സപ്ലയർമാരിൽ നിന്ന് അസംസ്കൃത സാധനങ്ങൾ വാങ്ങുമ്പോഴാണ്. ഈ റിവേഴ്സ് ചാർജ് മെക്കാനിസം എടുത്തു കളയുന്നതോടെ പല അൺരജിസ്റ്റേർഡ് സപ്ലയേഴ്സിനും ഇൻ്റർ സ്റ്റേറ്റ് ബിസിനസ്സുകൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഒരു നേട്ടം. അടുത്തതായി പറയുന്നത് GST കൗൺസിലിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തും എന്നുള്ളതാണ്. നിലവിലെ കൗൺസിൽ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രിയും സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരും അടങ്ങുന്നതാണ്. വിദഗ്ധരടങ്ങുന്ന ഒരു പെർമനന്റ് സെക്രട്ടേറിയറ്റ് GST കൗൺസിലിൽ കൊണ്ടുവരും എന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്നത്. അടുത്തത് GST ഫയലിംഗ് സമ്പ്രദായം ലളിതമാക്കും എന്നുള്ളതാണ്. അതിനായി ഒരു വർഷം ഫയൽ ചെയ്യുന്ന റിട്ടേണുകളുടെ എണ്ണം കുറയ്ക്കും. നിലവിൽ ഒരു വർഷം 25 റിട്ടേണുകൾ വരെയൊക്കെയാണ് പലരും ഫയൽ ചെയ്യുന്നത്. അടുത്തതായി പറയുന്നത് GSTയിൽ വരുന്ന നികുതി വെട്ടിപ്പുകൾ സിവിൽ കുറ്റമായി കണക്കാക്കും. നികുതി വെട്ടിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ അഴിമതിയോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊരു ക്രിമിനൽ കുറ്റമായി കണക്കാക്കുകയുള്ളൂ. ഇത്രയൊക്കെയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്ന പ്രധാനപ്പെട്ട GST പരിഷ്കാരങ്ങൾ. ഇവിടെ പലരും ചിന്തിക്കുന്നുണ്ടാവും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമല്ലേ ഈ പ്രകടന പത്രികയ്ക്ക് പ്രസക്തിയുള്ളൂ എന്ന്. പ്രകടന പത്രികയ്ക്ക് അപ്പോഴേ പ്രസക്തി വരുന്നുള്ളൂ എന്നുണ്ടെങ്കിലും നിലവിലെ GST സമ്പ്രദായത്തിലുള്ള ചില പോരായ്മകൾ എടുത്തു കാണിക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്കും പ്രേരണയായത്. പിന്നെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഊന്നൽ നൽകില്ല, അവരുടെ ഒരു ട്രാക്ക് വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്